എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാൻഡേർഡ് 12 +2 ഏരിയയിൽ വരുന്നതാണ്. SCERT NCERT ബേസ് ചെയ്തിട്ടുള്ള ആധുനിക പൂർവ്വ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം. അതായത് ഈ അടുത്ത് നടന്ന എക്സാമിൽ, ഈ അടുത്ത് നടന്ന UP എക്സാമിൽ അടക്കം വന്നിരിക്കുന്നത് ഈ +2 ഏരിയയിലാണ്. കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്നത് +2 ഏരിയയിലാണ്. അപ്പോൾ നിങ്ങൾ അടിസ്ഥാന കാര്യങ്ങളായിട്ടുള്ള 5, 10 വരെയുള്ള SCERTയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നല്ല രീതിയിൽ ബേസ് ചെയ്ത ഓരോ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകൾ കൂടി കാണുക. വരാൻ പോകുന്ന എക്സാമിൽ നല്ലൊരു റാങ്ക്, നമ്മുടെ സുജയ് പുറക്കാട് സാർ എടുത്തു പറഞ്ഞ ടോപ്പിക്കുകളാണ് നമ്മൾ ക്ലാസ് ആയിട്ട് തരാൻ പോകുന്നത്. സാർ കുറച്ച് NCERT നന്നായിട്ട് പീക്ക് പോയിന്റ് നിൽക്കുന്നവര്, ഉയർന്ന റാങ്കിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ലെസൺ ഒന്നും കൂടി എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചതിന്റെ കുറച്ചുകൂടി പഠിക്കാനുള്ളൂ. അല്ലാണ്ട് അത് പുതിയതായിട്ട് പഠിക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമുക്ക് മാർക്കും കയ്യിൽ കിട്ടും. നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്നും കൂടി എന്താണ് ഒത്തിരി ഡീപ്പായിട്ട്. പക്ഷെ ഇത് നമ്മൾ എന്താണ് ഒരു ക്യാപ്സൂൾ പോലെ എന്താണ് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ചെയ്തു തരുന്നത്. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സുജയ് പുറക്കാട് സാർ പറഞ്ഞ കുറെ ടോപ്പിക്കുകൾ, ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി ഭാഗത്ത് നിന്നും കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്നൊക്കെ കുറെ ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ലെസൺസ് പറഞ്ഞിട്ടുണ്ട്. ആ +1 +2 ഏരിയ കിടക്കുന്ന ലെസൺസ് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് പോയിന്റാണ് ആവശ്യമില്ല, ആ പോയിന്റുകൾ എന്ത് ചെയ്യണം, എടുത്ത് മാത്രം തരാം. അല്ലാണ്ട് നമ്മൾ ആ ടെക്സ്റ്റ് മുഴുവൻ ഇരുന്നിട്ട് വായിക്കാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. ആദ്യത്തെ പോയിന്റുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് തരും. തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താഴെ അഭിപ്രായം കൂടിയിട്ട് രേഖപ്പെടുത്തണം. എക്സാമിന് മുമ്പ് ഈ ലെസൺസ് തീർത്ത് തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ്സിന്റെ മുൻപോട്ട് പോക്ക്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പൊ നമുക്ക് അതിൽ പറയുന്നത് ആധുനിക പൂർവ്വ കേരളമാണ് അല്ലെ. സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം നമ്മൾ എടുത്തു പറഞ്ഞു. അതിൽ നമുക്ക് പഠിക്കേണ്ടത്, നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടും, നമ്മൾ ഓർഡർ അറിയാലോ, അവർ വന്നത് അറിയാലോ, PDF എന്ന് പറയും അല്ലെ. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, ഇംഗ്ലീഷുകാര്, ഈ 4 ആൾക്കാരാണ് വന്ന ക്രമം. ആ 4 ആൾക്കാരുമായി ബന്ധപ്പെട്ടതാണ് ഏതിൽ കിടക്കുന്നത്, ഈ ലെസണിൽ കിടക്കുന്നത്. പിന്നെ അതുപോലെ 17-ാം നൂറ്റാണ്ട് കഴിഞ്ഞു, 18-ാം നൂറ്റാണ്ടായപ്പോൾ ആധുനിക കേരളം വരികയാണ് അല്ലെ. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടങ്ങൾ വരികയാണ്. അതിൽ മാർത്താണ്ഡവർമ്മനെ കുറിച്ചും ശക്തൻ തമ്പുരാനെ കുറിച്ചിട്ട് മാത്രമാണ് പിന്നെ ഈ ലെസണിൽ പറയുന്നത്. അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഏതിലും പഠിക്കുന്നതാണ്, ബേസിക് ആയിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം SCERTയിൽ പഠിക്കുന്നതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ടോപ്പ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ലെസൺ പഠിക്കുന്ന സമയത്തൊക്കെ പഠിക്കുന്നതാണ്. ഇതിൽ ഈ ലെസണിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. 1498 വാസ്കോ ഡ ഗാമ എവിടെ വരുന്നത്, കോഴിക്കോടിനടുത്ത് കാപ്പാട് അല്ലേ. വാസ്കോ ഡ ഗാമ 1498 എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഇതിൽ ഈ ലെസണിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിന്റെ വേറെ ഒന്നും ഞാൻ വിശകലനം ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എത്തിച്ചേർന്നു അല്ലെ. ആരാണ്, വാസ്കോ ഡ ഗാമ. അദ്ദേഹം ഏത് നാവികനായിരുന്നു, പോർച്ചുഗീസുകാരനാണ് അല്ലെ. അദ്ദേഹം ആരാണ്, പോർച്ചുഗീസുകാരൻ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റത്തെ ആൾക്കാർ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടാണ്. ഇനി ഏഷ്യയുടെ ചരിത്രത്തിലെ, അതായത് ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമയുടെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്, ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ച, യൂറോപ്യൻ ആധിപത്യത്തെ വിശേഷിപ്പിച്ചത് ആരാണ്, KM പണിക്കരാണ് കേട്ടോ. ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമയുടെ തുടക്കം എന്ന് ഈ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത് ആരാണ്, KM പണിക്കരാണ്. നോട്ട് ചെയ്യണം, അടുത്ത വരാൻ പോകുന്ന എക്സാമുകളിൽ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചുള്ളൂ കേട്ടോ. വാസ്കോ ഡ ഗാമയുടെ തുടക്കം എന്ന് പറയുന്നത് KM പണിക്കരാണ്. എങ്ങനെയാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ എത്തിച്ചേരുന്നത്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ്. എങ്ങനെയാണ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിലേക്ക് ആര് എത്തിച്ചേർന്നത്, ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസുകാർ എത്തിച്ചേരുന്നത്. ഏത് വഴിയാണ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ എത്തിച്ചേരുന്നത്. ഈ പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ആരായിരുന്നു, അറബികളായിരുന്നു. ആരാണ്, അറബികളായിരുന്നു അല്ലെ, അറബികളായിരുന്നു. അപ്പൊ ഈ അറബികള് നമ്മുടെ മലബാറില് അവരുടെ അധികാരം നമുക്കറിയാം. വിദേശ ശക്തികൾ എങ്ങനെയാണ് നമ്മുടെ കേരളത്തോട് പെരുമാറി എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ അറബികള് നമ്മുടെ മലബാർ വ്യാപാരത്തിലൊക്കെ എന്താണ്, നല്ല രീതിയിൽ അവർ കുത്തക നിൽക്കുന്ന സമയമാണ് അറബികൾ. അപ്പോഴാണ് നമ്മുടെ ഈ യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിലെത്തുന്നത്. അപ്പൊ അങ്ങനെ ഈ അറബികൾക്കെതിരെ ഫസ്റ്റ് അറബികളെ തുരത്തി ഓടിച്ചാൽ മാത്രമാണല്ലോ പിന്നെ പോർച്ചുഗീസുകാർക്ക് നമ്മുടെ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ അറബികൾക്കെതിരെ എന്ത് ചെയ്യാണ് പോർച്ചുഗീസുകാര്, കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കണം. എന്താണ് കാർട്ടസ് വ്യവസ്ഥ എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് കാർട്ടസ് വ്യവസ്ഥ, എന്ത് വ്യവസ്ഥയാണ് നടപ്പിലാക്കിയത്, കാർട്ടസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പോർച്ചുഗീസുകാർ ആർക്കെതിരെയാണ്, അറബികൾക്കെതിരെയാണ്. പോർച്ചുഗീസുകാർ
മലബാർ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക ആര് സ്വന്തമാക്കുകയും ചെയ്യുകയാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? അറബികൾക്കെതിരെ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിക്കൊണ്ടാണ്. പിന്നീട് ഇവരെന്ത് ചെയ്യാണ്? കോഴിക്കോട്, കൊച്ചി, കണ്ണൂര് ഇവിടെയൊക്കെ ആയിട്ട് പോർച്ചുഗീസുകാര് വ്യാപാര ഉടമ്പടിയിൽ എത്തിച്ചേർന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ കാർട്ടസ് വ്യവസ്ഥ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഈ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് ഈ ബുക്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങുന്നു. ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമയുടെ തുടക്കം എന്നാണ് ഈ യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് KM പണിക്കര് വിശേഷിപ്പിച്ചത്. എങ്ങനെയാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ എത്തിച്ചേർന്നത്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ്. പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ വരുന്ന സമയത്ത് മലബാറില് വ്യാപാര കുത്തക ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? അറബികൾക്കായിരുന്നു. പോർച്ചുഗീസുകാർ വന്ന ഉടനെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആധിപത്യം കീഴടക്കാൻ വേണ്ടി അറബികൾക്ക് നേരെ ചുമത്തിയ ഒരു നിയമ വ്യവസ്ഥയാണ് ഏത്? കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? അതൊരു പാസ്സാണ് അല്ലെ? കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കി. അങ്ങനെ അറബികളെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുകയാണ് ആര്? പോർച്ചുഗീസുകാര്. പിന്നീട് മലബാറിൽ മാത്രമല്ല, പിന്നെ മലബാർ പറയുമ്പോൾ അറിയാലോ കോഴിക്കോട് അല്ലെ? കോഴിക്കോട്, കൊച്ചി, കണ്ണൂര് ഇവിടെയൊക്കെ ആയിട്ട് ആര് ഉടമ്പടിയിൽ ഏർപ്പെട്ടു? കോഴിക്കോടൊക്കെ സാമൂതിരിമാരുണ്ട് അല്ലെ? അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യാന്? കൊച്ചിയിലെ പാലിയത്തച്ഛൻ, കണ്ണൂര്, അങ്ങനെ ഇവിടെയൊക്കെ ആയിട്ട് പോർച്ചുഗീസുകാർ വ്യാപാര ഉടമ്പടിയിൽ എത്തിച്ചേരുകയാണ്. ഒക്കെയാണ്. ഇത്രയും പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചല്ലോ. ടൈപ്പ് ചെയ്യാനൊന്നും ടൈമില്ല കേട്ടോ. നിങ്ങളെ പോലെ എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാനും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടൈമില്ല. എന്തായാലും സാർ ഇത്രയും ടോപ്പിക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഈ ടോപ്പിക് ലെസൺസ് ഒക്കെ വായിച്ചു പോയതാണ്. പക്ഷെ നിങ്ങൾക്കും കൂടി എന്താ കൂടെ തരാലോ എന്ന് പറഞ്ഞാണ് തരുന്നത്. എന്തായാലും നമ്മുടെ ക്ലാസ് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, നമ്മളെ വിശ്വസിച്ചിട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്ക് 2 മാർക്ക് ഇതിൽ കിട്ടുകയാണെങ്കിൽ നല്ല റാങ്കിലേക്ക് എത്തും കേട്ടോ. നമുക്ക് എന്താണ് കാർട്ടസ് വ്യവസ്ഥ എന്നുള്ളത് നോക്കാം. ഇന്ത്യ ടൈപ്പ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ സ്ലൈഡ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ് ആണ് കാർട്ടസ്. അപ്പൊ ഈ ഒരു പാസ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ചിലപ്പോ ഒരു നികുതി സമ്പ്രദായമാണ്, ഒരു വ്യാപാര സമ്പ്രദായമാണ്, ഇങ്ങനെയൊക്കെ തരാം കാർട്ടസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു പാസ് ആണ് എന്ത്? കാർട്ടസ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് അല്ലെങ്കിൽ പാസ് സ്വന്തമാക്കണമായിരുന്നു. കാർട്ടസിൽ കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ആരാണെങ്കിലും ഏത് വിദേശ ശക്തികളായിക്കോട്ടെ നമ്മുടെ കേരളത്തിൽ വന്ന വ്യാപാര കുത്തക നടത്തുകയാണെങ്കിൽ ഈ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കാർട്ടസ് പാസ് എടുത്തേ പറ്റൂ. അതിൽ തന്നെ കുറെ നിബന്ധനകൾ പോർച്ചുഗീസുകാര് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലെത്തി വായിക്കട്ടെ. കാർട്ടസ് എന്നുള്ളത് ഒരു പാസ് ആണ് എന്ന് മനസ്സിലാക്കിയേക്കാം. പിന്നെ ഒരു എക്സാമിന് ഈ കാർട്ടസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാർട്ടസിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ഫുള്ളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കണം കേട്ടോ. കാർട്ടസിൽ കപ്പലിന്റെ വലിപ്പമുണ്ട്, കപ്പലിന്റെ വലിപ്പം രേഖപ്പെടുത്തണം. പിന്നെ കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തണം. ചരക്കിന്റെ വിവരം, എന്ത് ചരക്കാണെന്ന് കൊടുക്കണം. എത്തിച്ചേരുന്ന തുറമുഖം എവിടെയാണെന്ന് കൊടുക്കണം. എല്ലാം എന്താണ് ആ പാസില് ഉണ്ടായിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകള് കണ്ടുകെട്ടി, അതായത് ഈ പാസ് ഒന്നും എടുക്കാതെയാണ് ഇവർ ചരക്ക് നീക്കം ചെയ്യുന്നതെങ്കിൽ ആ ജീവനക്കാരെയൊക്കെ എന്ത് ചെയ്യും? പോർച്ചുഗീസുകാര് കൊല്ലും, അല്ലെങ്കിൽ കപ്പലുകളിൽ അടിമകളാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാസ്കോ ഡ ഗാമ കോഴിക്കോട് വരികയാണ് അല്ലെ? കോഴിക്കോട് കപ്പലിറങ്ങി. നമുക്കറിയാം കോഴിക്കോട് ആരാണ് അന്ന് ഭരിച്ചിട്ടുണ്ടായിരുന്നത്? സാമൂതിരി രാജവംശമാണ് അല്ലെ? കോഴിക്കോട് കുഞ്ഞാലിമരിക്കാരെ കുറിച്ച് ഇതൊന്നും നോക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ലെസണിൽ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു ആര്? കുഞ്ഞാലിമരിക്കാരന്മാർ അല്ലെ? അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഏത് യുദ്ധമുറയാണ് സ്വീകരിച്ചത്? ഗറില്ല യുദ്ധമുറകളാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഗറില്ല യുദ്ധമുറ, ഒളിപ്പോര് ട്ടോ. കോഴിക്കോട് കാപ്പാട് വാസ്കോ ഡ ഗാമ ഇറങ്ങി അവരുടെ വ്യാപാര കുത്തകയൊക്കെ തുടങ്ങുന്ന സമയത്ത് അന്ന് കോഴിക്കോട് രാജവംശം ഭരിച്ചിട്ടുണ്ടായിരുന്ന സാമൂതിരിമാര് പോർച്ചുഗീസുകാർക്കെതിരെ ഏത് യുദ്ധമുറയാണ് ഉപയോഗിച്ചത്? ഗറില്ല യുദ്ധമുറ, അതായത് ഒളിപ്പോര്. എത്ര കുഞ്ഞാലിമാരുണ്ടായിരുന്നു കുഞ്ഞാലിമരിക്കാർമാര് സാമൂതിരി രാജവംശത്തില്? കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 അല്ലെ? എന്നിങ്ങനെ 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ ആരാണ്?
കുഞ്ഞാലി നാലാമൻ. യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ്. ചാലിയങ്കോട്ട പിടിച്ചടക്കിയത് ആരായിരുന്നു? ആ സമയത്ത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു അല്ലെ. അപ്പൊ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി നാലാമനായിരുന്നു. എന്നാലും അദ്ദേഹത്തെയും പിടികൂടിയിട്ട് തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. ഇതൊക്കെ ആര് പൊരുതി നിന്നു? കുഞ്ഞാലി നാലാമൻ പൊരുതി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് അദ്ദേഹത്തിനെ തടവിലാക്കിയിട്ട് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ വിജയം കണ്ടു. അങ്ങനെ 1600 ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു കേട്ടോ. 1600 ഗോവയിൽ വെച്ചിട്ടാണ് കുഞ്ഞാലി നാലാമനെ വധിക്കുന്ന വർഷം എപ്പോഴാണ്? 1600 എവിടെ വെച്ചിട്ടാണ്? ഗോവയിൽ വെച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെ ചോദ്യം വരും കേട്ടോ. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ ആരെന്ന് ചോദിച്ചാൽ കുഞ്ഞാലി 1, 2, 3, 4 ഓപ്ഷൻ തരുമാരാണ്. കുഞ്ഞാലി നാലാമനാണ്. 1600 അദ്ദേഹത്തിനെ വധിച്ചു പോർച്ചുഗീസുകാര് ഗോവയിൽ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ പോർച്ചുഗീസുകാരന്റെ മുഴുവൻ പഠിച്ചു. ഇനി നമ്മൾ PDF ഡച്ചുകാർ. അടുത്തത് ഡച്ചുകാരാണ്. ഡച്ചുകാർ എപ്പോഴാണ് കോഴിക്കോട് എത്തിയത്? 1604. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡച്ചുകാർ എപ്പോഴാണ് എത്തിയത്? 1604. 1498 പോർച്ചുഗീസുകാർ വന്നു. 1604 ഡച്ചുകാർ വന്നു അല്ലെ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഡച്ചുകാര് സാമൂതിരിയുമായിട്ടൊക്കെ കരാറിലൊക്കെ ഏർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. കോഴിക്കോട് എന്ത് ചെയ്യുന്നത്? കോഴിക്കോട് തുറമുഖത്ത് എന്ത് സ്ഥാപിക്കുകയാണ്? ഒരു കോട്ട സ്ഥാപിക്കുമാണ്. ഡച്ചുകാർ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? സാമൂതിരിയുമായിട്ടൊക്കെ ഒരു കരാറിലൊക്കെ ഏർപ്പെട്ട് കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിച്ചു. പിന്നെ ഡച്ചുകാര് പുറക്കാട്, കായംകുളം എന്നിവയുമായിട്ടൊക്കെ അവിടെ മുഖ്യന്മാരുണ്ടാവുമല്ലോ, അവിടെ ഭരണം നടത്തിയിരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, പുറക്കാടും കായംകുളം ആ ഭാഗത്തൊക്കെ. അപ്പൊ ചോദ്യം വന്നാൽ പുറക്കാട്, കായംകുളം എല്ലാം വ്യാപാര കരാർ നടത്തിയിരുന്നത് ആരെ? ചിലപ്പോ ഡച്ച്, പോർച്ചുഗീസുകാര്, ഫ്രഞ്ചുകാരെന്നൊക്കെ തരും. അപ്പൊ ആരാണ് അവിടെ? ഡച്ചുകാരാണ് കേട്ടോ. പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ മുഖ്യന്മാരുമായിട്ട് വ്യാപാര കരാറിലൊക്കെ ഏർപ്പെട്ടു. അങ്ങനെ വ്യാപാര കരാർ വരുമ്പോ അന്ന് നമ്മുടെ കേരളത്തിലൊക്കെ എന്താണ്? കുരുമുളക്, ഇഞ്ചിയിലെ അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മുടെ കേരളത്തിലെ കുരുമുളക് കണ്ടിട്ടാണ് വിദേശ ശക്തിയിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നിരിക്കുന്നത്? നമ്മുടെ കേരളത്തെ ആകർഷിച്ചിരിക്കുന്നത് അല്ലെ അവർക്ക്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന് അവരെന്ത് ചെയ്യുന്നത്? അടിച്ചമർത്തപ്പെടുന്നത്. അപ്പോ അങ്ങനെ കുരുമുളകും ഇഞ്ചിയും ഒക്കെ ഇവരെന്ത് ചെയ്യാന്? ശേഖരിക്കുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് അവിടെ ആരുണ്ട്? പോർച്ചുഗീസുകാരുണ്ട് അല്ലെ. പോർച്ചുഗീസുകാരനെ ഇവിടുന്ന് തൊട്ടി ഓടിക്കാതെ ഡച്ചുകാർക്ക് നിവൃത്തിയുണ്ടോ? ഇല്ല. അപ്പൊ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ് അല്ലെ. ഡച്ചുകാർ എന്ത് ചെയ്യാണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ് ഇപ്പോ 1663. പക്ഷെ ഫസ്റ്റ് യൂറോപ്യൻ ശക്തിയും അവസാനം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. തൽക്കാലമാണ് ഇവിടെ ആര് പരാജയപ്പെട്ടിരിക്കുന്നത്? ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ഡച്ചുകാരൊക്കെ വന്ന വഴി തന്നെ അപ്പൊ പോകുന്നുണ്ട്. പക്ഷെ പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നതും അവസാനം പോയതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെ. നമുക്കറിയില്ലേ 1961 കാലഘട്ടത്തിലാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നത്. 1960 അല്ല 1961 കാലഘട്ടത്തിലാണ് ആര് പോകുന്നത്? പോർച്ചുഗീസുകാർ നമ്മുടെ കേരളം വിട്ടിട്ടൊക്കെ പോകുന്നത്. അപ്പൊ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഈ അടുത്ത് നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ 1663 എന്നുള്ളത് പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പരാജയപ്പെടുത്തിയത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന ഏതോ ഒരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരാജയപ്പെടുത്തിയത് 1663. പിന്നെ കന്യാകുമാരിയിലെ കുളച്ചല് അതുപോലെ ഡച്ചുകാർ ഒരു അധികാര കേന്ദ്രം സ്ഥാപിച്ചു. അപ്പൊ ഡച്ചുകാർ എന്തൊക്കെ ചെയ്തു? 1604 നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് വന്നു. ആ വന്ന സമയത്ത് തന്നെ സാമൂതിരിയുമായിട്ടൊക്കെ ഒരു ഉടമ്പടിയിലൊക്കെ ഏർപ്പെട്ട് കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ടയൊക്കെ സ്ഥാപിച്ചു. പിന്നെ പുറക്കാട്, കായംകുളം അവിടെയുള്ള മുഖ്യന്മാരുമായിട്ടൊക്കെ വ്യാപാര കരാറിലൊക്കെ ഏർപ്പെട്ടു. പിന്നെ പോർച്ചുഗീസുകാരെ 1663 വർഷത്തില് എന്ത് ചെയ്യുന്ന? പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പരാജയപ്പെടുത്തി. പിന്നെ കന്യാകുമാരിയിലെ കുളച്ചലൊക്കെ എവിടെയാണ്? കന്യാകുമാരിയിലാണ് കേട്ടോ. അവിടെയൊക്കെ അധികാര കേന്ദ്രം ഡച്ചുകാർ സ്ഥാപിച്ചു. 1741 കാലഘട്ടത്തിലാണ് കുളച്ചൽ യുദ്ധം വരുന്നത് അല്ലെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1741 കുളച്ചൽ യുദ്ധം. ആരൊക്കെയായിരുന്നു കുളച്ചൽ യുദ്ധം? തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും പിന്നെ ഡച്ചുകാരും തമ്മിലാണ് അല്ലെ കുളച്ചൽ യുദ്ധം. ആരൊക്കെയാണ്? തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇതിൽ ആരാണ് പരാജയപ്പെടുന്നത്? ഡച്ചുകാർ പരാജയപ്പെട്ടപ്പോഴാണ് ഡച്ചുകാർ കേരളം വിട്ട് തന്നെ പോയത് കേട്ടോ. പിന്നെ ഡച്ചുകാർ ഇങ്ങോട്ടൊക്കെ പ്രവേശിച്ചിട്ടില്ല. 1741 കുളച്ചൽ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? കുളച്ചൽ എവിടെയാണ്? കന്യാകുമാരിയിലാണ് കേട്ടോ. 1741 കുളച്ചൽ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ്. ഇതിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. അതോടുകൂടി ഡച്ചുകാർക്ക് കേരളം വിടേണ്ടി വന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത്.
നോക്കിക്കോളൂ എന്താണ് കുളച്ചൂതെന്ന്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്ന് പീരങ്കിപ്പട, സിലോണൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. സിലോണിൽ നിന്ന് പീരങ്കിപ്പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മ വെറുതെ നിൽക്കോ? ഇല്ല. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10. ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ചോദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 ചോദിച്ചിട്ടുണ്ട്. 1741 ഓഗസ്റ്റ് 10 കുളച്ചിൽ വെച്ച ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി. ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായിട്ട് പിടിക്കപ്പെട്ടു. ഡച്ചുകാരുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഡിലനോയ് ഇല്ലേ? ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായിട്ട് മാറുകയും ചെയ്തു. ഇത്രയാണ് കുളച്ചൽ യുദ്ധത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് പോസ് ചെയ്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ പോർച്ചുഗീസുകാരും കഴിഞ്ഞു, ഡച്ചുകാരും കഴിഞ്ഞു, അങ്ങനെ പിന്നെ ഇംഗ്ലീഷുകാരെത്തുകയാണ് അല്ലെ. എങ്ങനെ വന്നാലും നമ്മുടെ കേരളത്തിന് വിട്ടുകളിയില്ല അല്ലെ. അടുത്ത വിദേശ ശക്തികൾ എത്തുകയാണ്. ഇംഗ്ലീഷുകാർ എപ്പോഴാണ്? 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നമ്മുടെ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യാണ്? നമ്മുടെ കേരളത്തില് എത്തിച്ചേരുകയാണ്. ആ ഇംഗ്ലീഷുകാരിൽ നിന്നുള്ള ആരായിരുന്നു? ക്യാപ്റ്റൻ കീലിംഗ് അല്ലെ. ആരായിരുന്നു ഇംഗ്ലീഷുകാരിലെ നേതാവ് ആയിട്ട് വന്നത്? ക്യാപ്റ്റൻ കീലിംഗ് ആണ്. അദ്ദേഹം എല്ലാവരും കോഴിക്കോട് വന്നിറങ്ങുന്നത് അല്ലെ. അവരവിടെ ആരാണ് ഒന്ന് വരുത്തിയിരുന്നത്? സാമൂതിരിയുമായിട്ടാണ്. അവിടെ ക്യാപ്റ്റൻ കീലിംഗ് എന്ത് ചെയ്യണം? സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുകയും പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു. ഡച്ചുകാർ വന്ന വഴി കുളച്ച യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഡച്ചുകാരെ അങ്ങോട്ട് സ്ഥലം വിട്ടു. പക്ഷെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ തന്നെ നിലനിൽപ്പുണ്ട്. അപ്പൊ ഇംഗ്ലീഷുകാർക്ക് എന്ത് ചെയ്യണം? ഈ പോർച്ചുഗീസുകാരെ തുരത്തി ഓടിക്കണ്ടേ? അങ്ങനെ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യണം? സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടിയൊക്കെ വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായിട്ട് ഉടമ്പടി വെച്ചത്? പോർച്ചുഗീസുകാരെ തുരത്തി ഓട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇനി കൂടാതെ വേണാട് രാജാവിൽ നിന്ന് വിഴിഞ്ഞത്ത് ഒരു പാണ്ഡികശാല സ്ഥാപിച്ചു. ആര്? ഇംഗ്ലീഷുകാർ കേട്ടോ. വേണാട് രാജാവിൽ നിന്നും വിഴിഞ്ഞത്ത് എന്ത് സ്ഥാപിച്ചു? പാണ്ഡികശാല. ഇംഗ്ലീഷുകാർ നമ്മുടെ കേരളത്തില് പാണ്ഡികശാലകൾ സ്ഥാപിച്ചത് ഏതൊക്കെ സ്ഥലത്താണ്? വിഴിഞ്ഞം, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി, ഈ 4 സ്ഥലങ്ങളിലാണ് ഇംഗ്ലീഷുകാർ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പാണ്ഡികശാലകൾ സ്ഥാപിച്ചത്. എത്ര സ്ഥലങ്ങളിൽ പാണ്ഡികശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്? വിഴിഞ്ഞത്തുണ്ട്, ആറ്റിങ്ങലുണ്ട്, അഞ്ചുതെങ്ങുണ്ട്, തലശ്ശേരിയിലുണ്ട്. ഇനി ആറ്റിങ്ങൽ കലാപം അല്ലെ. നമുക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപം. എപ്പോഴും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ആറ്റിങ്ങൽ കലാപം അല്ലെ. ഇതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. ഞാൻ പറയുമ്പോൾ സൗണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം നല്ല മഴയാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എന്റെ പരമാവധി സൗണ്ട് എടുത്തിട്ട് ഞാൻ പറയുന്നുണ്ട്. സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ഡികശാല ആക്രമിക്കുകയും, നോക്കിക്കേ, തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ഡികശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിൽ. കാരണം അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്തു. പിന്നെ എന്താണ്? വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടും. വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുമാണ് ജനങ്ങളുടെ അമർഷത്തിന് കാരണം. അങ്ങനെ ആ അമർഷം കൊണ്ടാണ് 140 ഈസ്റ്റ് ഇന്ത്യ പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കും ഒക്കെ ആര് ചെയ്തത്? തദ്ദേശീയരായിട്ടുള്ള ജനങ്ങള് ചെയ്തത്. കൂടാതെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ 1721 ഏപ്രിൽ 15 140 സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പ്രദേശവാസികൾ ഇതിനെതിരെ തിരിയുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ആറ്റിങ്ങൽ കലാപം നോക്കിക്കേ, 1721 ഏപ്രിൽ 15 നോക്കണം കേട്ടോ. അങ്ങനെ പോർച്ചുഗീസുകാർ കഴിഞ്ഞു, ഡച്ചുകാർ കഴിഞ്ഞു, ഇംഗ്ലീഷുകാർ കഴിഞ്ഞു, പിന്നെ അങ്ങനെ ഫ്രഞ്ചുകാർ വരികയാണ് അല്ലെ. വടകരയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ വടകര എന്നുള്ളത് വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അനുമതി സംഭവിച്ച സാമ്രാജ്യ ശക്തി. എങ്ങനെയാണെന്നറിയോ? പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്നത്
ഫ്രഞ്ചുകാര് മാഹിയിൽ നിന്നും വ്യാപാരം നടത്തുന്നതിന് ഏത് ഭരണാധികാരിയിൽ നിന്നാണ് അനുമതി തേടിയതെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വടകരയിൽ നിന്നാണ് കേട്ടോ. വടകരയിലെ ഭരണാധികാരിയിൽ നിന്നാണ് മാഹിയിൽ വ്യാപാരം നടത്താൻ അനുമതി സമ്പാദിച്ച സാമ്രാജ്യ ശക്തിയാണ് ഫ്രഞ്ചുകാർ. നമ്മൾ ഇത്ര നേരം പോർച്ചുഗീസുകാര്, ഇംഗ്ലീഷുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാരൊക്കെ പഠിച്ചു അല്ലെ. 15, 16, 17 നൂറ്റാണ്ട് കാലഘട്ടങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അങ്ങനെ നമ്മുടെ 18ാം നൂറ്റാണ്ടിലേക്ക് കേരളം എത്തിച്ചേരുകയാണ്. ആ സമയത്ത് എന്താണ് നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥ എന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ് അല്ലെ 18ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുമ്പോൾ. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ സ്ഥാനാരോഹണം നടത്തിയ വർഷം എപ്പോഴാണ്? 1729. പ്രീവിയസ് ക്വസ്റ്റ്യൻ. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ സ്ഥാനാരോഹണം നടത്തിയത് 1729. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ. കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേക്ക് ഉത്തരവിട്ട ഭരണാധികാരി. ഇവിടെ 2 ക്വസ്റ്റ്യൻ വരാറുണ്ട്, കണ്ടെഴുത്തും കേട്ടെഴുത്തും. മാർത്താണ്ഡവർമ്മ കണ്ടെഴുത്തും ശക്തൻ തമ്പുരാൻ കേട്ടെഴുത്തുമാണ്. അപ്പോ നമുക്ക് എക്സാം ഹാളിൽ നമുക്ക് ഇത് കണ്ടിട്ടാണോ കേട്ടിട്ടാണോ എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ല. അപ്പൊ ഒറ്റ പോയിന്റ് പഠിച്ചു വെക്കുക. മാർത്താണ്ഡവർമ്മ കണ്ടിട്ടേ കാര്യങ്ങൾ നടത്തൂ, അല്ലാതെ ഒരാളുടെ കാര്യം കേട്ടിട്ട് ഒരു അഭിപ്രായം ചെയ്യില്ല എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. മാർത്താണ്ഡവർമ്മ അറിയാലോ, ശക്തനായിട്ടുള്ള ഒരു നേതാവായിരുന്നു അല്ലെ, ഒരു ഭരണാധികാരിയായിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മ എന്താണ് കണ്ടിട്ടേ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ചിലവര് നമുക്കറിയാലോ, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കന്നെ എന്താണ് കോലെടുക്കുമ്പോഴേക്കും അല്ല ചെണ്ട എടുക്കുമ്പോഴേക്കും എന്തോ ഇങ്ങനെയൊക്കെ ഒരു ഡയലോഗ് ഒക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല, എന്തും കണ്ടിട്ട് കണ്ണിൽ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കൂ എന്നുള്ളത് ഒരു ജസ്റ്റ് ഒന്ന് ക്ലൂ ആക്കി വെക്കുക. അപ്പൊ കണ്ടെഴുത്ത് കേട്ടോ. കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേക്ക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേക്ക്. ഞാൻ ഇതൊന്നും പിന്നീട് ഒരിക്കൽ എനിക്ക് എക്സാമിന് തെറ്റിയപ്പോ പിന്നീടാണ് ഞാൻ ഇതിനൊരു ക്ലൂ ഇട്ടത്. അപ്പൊ പിന്നെ ഇപ്പൊ ഓർമ്മയില്ല, അന്ന് ഞാൻ കേട്ടെഴുത്തുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേക്ക് ഉത്തരവിട്ട ഭരണാധികാരിയാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. സ്റ്റേറ്റ്മെന്റ് 100% വരാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻ വരും മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട്. കാരണം മാർത്താണ്ഡവർമ്മ ശക്തൻ തമ്പുരാൻ മാത്രമാണ് ഈ ലെസണിൽ പറഞ്ഞിട്ടുള്ളത്. പ്രീവിയസ് ആയിട്ട് ഈ ശക്തൻ തമ്പുരാന് 2 പോയിന്റ്, മാർത്താണ്ഡവർമ്മന് 2 പോയിന്റ് ഇട്ടിട്ട് ഇതിൽ ഏതാണ് മാർത്താണ്ഡവർമ്മയുമായിട്ട് ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചിട്ട് ഞാൻ തെറ്റിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. അന്നൊക്കെ ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. ഭൂമിയെ എങ്ങനെയൊക്കെയാണ്? ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക 4 വിധം ഉണ്ട് കേട്ടോ. ഭൂമി ചിലപ്പോൾ ചോദിക്കാം, ഭൂമിയെ 4 ആയിട്ടാണ് തരംതിരിച്ചത് അല്ലെങ്കിൽ 3 ആയിട്ടാണ് തരംതിരിച്ചതെന്നൊക്കെ വരും. അപ്പൊ 4 ആയിട്ടാണ് കേട്ടോ. ദേവസ്വം, അത് 4 പഠിച്ചേ. ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4 ആയി തരംതിരിച്ചു. 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തി. നോക്കിക്കേ, കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നത് ശക്തൻ തമ്പുരാനാണ് 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തി എന്ന് ചോദിച്ചു. ശക്തൻ തമ്പുരാനല്ല, ഇവിടെ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തി. 1750 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1750 ജനുവരി 3 തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അതായത് തൃപ്പടിദാനം, മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനം, 1ാം തൃപ്പടിദാനം 1750 ജനുവരി 3, മറക്കരുത്. അപ്പൊ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? എപ്പോഴാണ് അദ്ദേഹം സ്ഥാനാരോഹണം നടത്തിയത്? 1729. അദ്ദേഹം തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ. കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേക്ക് ഉത്തരവിട്ടു. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് നികുതി നിർണയിച്ചു. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4 ആയി തരംതിരിച്ചു. 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തി. 1750 ജനുവരി 3 തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അതായത് തൃപ്പടിദാനം. ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കണം കേട്ടോ. രാജ്യത്തെ ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചു. പ്രവൃത്തിക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥന്റെ കീഴിലായിരുന്നു. അപ്പൊ ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നത് എന്താണ്? മണ്ഡപത്തും വാതുക്കലാണ്. അത് ഒരു കാര്യസ്ഥന്റെ കീഴിലായിരുന്നു. അപ്പൊ തിരുവിതാംകൂറിലെ ആകെ, അതായത് കുറെ ഗ്രാമങ്ങളിനെ ചേർത്തിട്ടാണ് ഒരു മണ്ഡപത്തും വാതുക്കൽ എന്ന് പറഞ്ഞത്. അങ്ങനെ തിരുവിതാംകൂറിലെ മൊത്തം ഗ്രാമങ്ങളെയൊക്കെ കൂടി ചേർത്തിട്ട് ആകെ എത്ര മണ്ഡപത്തും വാതുക്കലായിട്ട് വിഭജിച്ചു? 20. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണേ, കൂട്ടുകാരൊന്ന് നോട്ട് ചെയ്യണേ. 20 കേട്ടോ. 20 മണ്ഡപത്തും വാതുക്കലായിട്ട് വിഭജിക്കുകയും
20 മണ്ഡപത്തും വാതുക്കലായിട്ട് വിഭജിക്കുകയും വിവിധ മുഖങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങളായിട്ട് സംഘടിപ്പിക്കുകയും ചെയ്തു. പതിവ് കണക്ക് എന്ന പേരിൽ ഒരു വാർഷിക ബഡ്ജറ്റ് അദ്ദേഹം രൂപം നൽകി. അപ്പോ മാർത്താണ്ഡവർമ്മയുടെ ബഡ്ജറ്റ് ഏത് പേരിലാണ്? പതിവ് കണക്ക്. മാർത്താണ്ഡവർമ്മയുടെ ബഡ്ജറ്റ് പ്രീവിയസ് ആണ്. മാർത്താണ്ഡവർമ്മയുടെ ബഡ്ജറ്റ് ഏത് പേരിലാണ്? പതിവ് കണക്ക് എന്ന പേരിലാണ് വാർഷിക ബഡ്ജറ്റ് രൂപം നൽകിയത്. ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. അപ്പൊ എന്തൊക്കെ ഭരണപരിഷ്കാരങ്ങളാണ്? രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായി വിഭജിച്ചു. പ്രവൃത്തിക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥന്റെ കീഴിലായിരുന്നു. തിരുവിതാംകൂറിൽ ആകെ എത്ര മണ്ഡപത്തും വാതുക്കൽ ഉണ്ടായിരുന്നു? 20 എണ്ണം. പതിവ് കണക്ക് എന്ന പേരിൽ ഒരു വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കി. ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം. സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് അദ്ദേഹം ആളിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു സ്ഥിരം സൈന്യം അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ? സ്ഥിരം സൈന്യം പറയുമ്പോൾ അദ്ദേഹം പുറത്തു നിന്നും നല്ല ആൾക്കാരെ കൊണ്ടുവന്നത് എന്ത് ചെയ്തു? സാധാരണ കൃഷിക്കാരുണ്ടല്ലോ, അവരുടെ ഇടയിൽ നിന്ന് നല്ല ബലവാന്മാരെ നോക്കിയിട്ടാണ് സൈന്യത്തിലേക്ക് ആളിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവന കാലം അത്രയും എന്ത് ചെയ്തു? ഇരയിലി എന്ന പേരിൽ നികുതി ഇളവ് നൽകി. അപ്പൊ ഇരയിലി എന്നത് ഏത് വിഭാഗം? ചിലപ്പോ ചോദിക്കാം. പാട്ടം, ഭൂമി, നികുതി എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇരയിലി എന്ന പേരിൽ എന്താണ്? ഒരു നികുതിയാണ് കേട്ടോ. ഇരയിലി എന്ന് പറയുന്നത് ഒരു നികുതി ഇളവ് നൽകിയിരുന്നു അദ്ദേഹം. അതുപോലെ അവർ വിരമിക്കുന്ന സമയത്ത് ഇരയിലി അടുത്തൂൺ എന്ന പെൻഷനും നൽകിയിരുന്നു. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുള്ള നികുതി, അതായത് സൈനികർക്കുള്ളതാണ് കേട്ടോ. സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നല്ല ഒരു സൈന്യത്തിന് നിയമിച്ചിട്ടുണ്ടായിരുന്ന ആ സൈനികര് സേവന കാലം അത്രയും അവർക്കുള്ള നികുതി ഇളവ് ഏതാണ്? ഇരയിലി. അവർക്ക് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് വിരമിക്കുന്ന സമയത്തുള്ള അവരുടെ പെൻഷൻ ഏതാണ്? ഇരയിലി അടുത്തൂൺ. അപ്പൊ ഇരയിലി അടുത്തൂൺ എന്ന് പറയുന്നത് പെൻഷനും പിന്നെ ഇരയിലി എന്ന് പറയുന്നത് നികുതി ഇളവുമാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കയ്യിൽ. അടുത്ത ഇനി നമുക്ക് ശക്തൻ തമ്പുരാൻ. മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ആധുനിക തിരുവിതാംകൂറിലെ ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ ശക്തൻ തമ്പുരാൻ. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. മാടമ്പിമാരെയും പ്രഭുക്കന്മാരെയും അമർച്ച ചെയ്തു. 18ാം നൂറ്റാണ്ടോടെ ഭൂ സർവേ ആരംഭിച്ചു. വായ്മൊഴി അന്വേഷണങ്ങളുടെയും ഭൂവുടമകളുമായുള്ള വ്യക്തിപരമായ അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കപ്പെട്ടു. കേട്ട വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ വ്യവസ്ഥയ്ക്ക് കേട്ടെഴുത്ത് എന്ന് അറിയപ്പെട്ടു. അപ്പൊ മാർത്താണ്ഡവർമ്മ കണ്ടെഴുത്ത്, ശക്തൻ തമ്പുരാൻ കേട്ടെഴുത്ത്. കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെട്ട വലിയ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. ശ്രദ്ധിച്ചോ? മാർത്താണ്ഡവർമ്മ മണ്ഡപത്തും വാതുക്കൽ. മാർത്താണ്ഡവർമ്മ മാ അല്ലേ? അപ്പൊ മണ്ഡപത്തും വാതുക്കൽ മാ വരുന്ന അക്ഷരം. ഇവിടെ ശക്തൻ തമ്പുരാൻ കോവിലകത്തും വാതുക്കൽ കേട്ടോ. കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെട്ട റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചു. പിന്നെ കേന്ദ്രീകൃത ഭരണനയം നടപ്പിലാക്കി. തൃശൂർ പൂരം ആരംഭിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു. കൊച്ചിയിൽ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശക്തൻ തമ്പുരാനെ കുറിച്ചിട്ട്. പിന്നെ മാർത്താണ്ഡവർമ്മ അങ്ങനെ ശക്തൻ തമ്പുരാൻ കഴിഞ്ഞു. പിന്നെ 1773 കാലഘട്ടത്തിൽ നോക്കിയ ടിപ്പു സുൽത്താനും ഹൈദരാലിയും എന്താണ്? ഒരു റവന്യൂ പരിഷ്കാരം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? യഥാർത്ഥ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പൊ നമുക്ക് അറിയാം, പണ്ട് ഇംഗ്ലീഷുകാരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കർഷകൻ എത്രത്തോളം കൃഷി ചെയ്തിട്ടുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല നികുതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? ചിലപ്പോൾ അവർക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോഴും എന്താണ്? അമിതമായ നികുതി ചുമത്തി അവരെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ടിപ്പു സുൽത്താനും ഹൈദരാലിയും എന്ന് പറയുമ്പോൾ അവർ എത്ര ഉൽപാദനം നടത്തി അല്ലെ? യഥാർത്ഥ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു റവന്യൂ പരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ റവന്യൂ പരിഷ്കാരത്തിൽ ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും റവന്യൂ പരിഷ്കാരത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു നോക്കിക്കേ. നികുതിയായി ഉൽപാദനത്തിന്റെ ഒരു ഭാഗം ഉദ്യോഗസ്ഥർ കർഷകരിൽ നിന്നും പ്രധാനമായിട്ട് ആരിൽ നിന്നാണ്? കാണക്കാരിൽ നിന്നാണ് നേരിട്ട് പിരിച്ചത്. കാണക്കാരിൽ നിന്ന്. ജന്മിമാരുടെ ആധിപത്യത്തിന് അറുതിയാവുകയും കർഷകന്റെ അന്തസ്സ് വർദ്ധിക്കുകയും ചെയ്തു. അതായത് അവർ എത്ര ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എന്നത് നോക്കി മാത്രമാണ് അവിടെ എന്ത് ചെയ്തത്? നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത്. അത് അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലീഷുകാരിപ്പോ ജന്മികളൊക്കെ ആകുന്ന സമയത്ത് എന്താണ്? അവർക്ക് എന്താണ് നികുതി തീരുമാനിച്ചത്? അവർ എത്ര ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എന്നൊന്നും അവിടെ നോക്കാറില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? ഇവിടെ കർഷകന്റെ അന്തസ്സ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ടിപ്പു സുൽത്താൻ അധികാരം ഏറ്റതിന് ശേഷം
അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥനായിരുന്ന ആരാണ്? അർഷാദ് ബെഗ്ഖാൻ. ആരാണ്? അർഷാദ് ബെഗ്ഖാൻ മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായും ഉടമ്പടികളിൽ ഏർപ്പെടുകയും അതിന്റെ പ്രകാരം വർഷം തോറും ഒരു നിശ്ചിത തുക മൈസൂർ ഭരണാധികാരികൾക്ക് നൽകേണ്ടതായിട്ട് വരികയും ചെയ്തു. അപ്പൊ ടിപ്പു സുൽത്താന്റെ ഉദ്യോഗസ്ഥനാരാണ്? അർഷാദ് ബെഗ്ഖാൻ. ഒന്ന് പോസ്റ്റ് ആയിട്ട് ഒന്നുകൂടി മനസ്സിരുത്തിയിട്ട് ഒന്ന് വായിക്കണം കേട്ടോ. വീണ്ടും ഒന്നാമത്തെ നികുതി പരിഷ്കരണം കഴിഞ്ഞു. വീണ്ടും രണ്ടാമതൊരു നികുതി പരിഷ്കരണം വരികയാണ്. അത് ആരുടെ കീഴിലാണ്? മിർ ഇബ്രാഹിമിന്റെ കീഴിലാണ് കേട്ടോ. മിർ ഇബ്രാഹിമിന്റെ കീഴിൽ നടന്ന രണ്ടാം നികുതി പരിഷ്കാരത്തിൽ ഒന്നാം പരിഷ്കാരത്തിലെ ഭൂമി അളവിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും എല്ലാ നായർ ജന്മിമാർക്കും മറ്റു മുഖ്യമാർക്കും കൂടി നികുതി ചുമത്തുകയും ചെയ്തു. അതായത് രണ്ടാമത്തെ നികുതി പരിഷ്കാരത്തിൽ എന്ത് ചെയ്യാണ്? എല്ലാവർക്കും, നായർ ജന്മിമാർക്കും മുഖ്യമാർക്കും ഒക്കെ എന്ത് ചെയ്യാണ്? നികുതി ചുമത്തുകയാണ്. കാരണം അവരെന്ത് ചെയ്യാണ്? ഈ ഭൂമിയുടെ അളവൊക്കെ എന്ത് ചെയ്യുന്നത്? തെറ്റായിട്ടാണ് അവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് മൈസൂർ ഭരണാധികാരികൾ പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് എന്നീ നാണ്യവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിച്ചു. കയറ്റുമതിയിലെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മൈസൂർ ഭരണാധികാരികൾ ഏതൊക്കെയാണ്? പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് എന്നീ നാണ്യവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിച്ചു. ഇനി മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? ടിപ്പു സുൽത്താൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായിട്ട് കാണപ്പെടുന്നത് ടിപ്പു സുൽത്താൻ. ഇനി മൈസൂർ ആക്രമണങ്ങൾ നോക്കാം നമുക്ക്. 1760കളിൽ ഹൈദർ അലിയാണ് മൈസൂറിന്റെ കേരളത്തിലേക്കുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മൈസൂർ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. 1760കളില് ഹൈദർ അലിയാണ് മൈസൂരിന്റെ കേരളത്തിലേക്കുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ ആരാണ് ആക്രമണങ്ങൾക്ക്, മൈസൂർ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന ആരാണ്? ഹൈദർ അലിയാണ് കേട്ടോ. 1760ല് കോലത്ത് നാടുമായി തങ്ങൾക്കുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദർ അലിയെ ക്ഷണിച്ചത് കണ്ണൂരിലെ ആലിരാജയാണ്. കോലത്ത് നാടുമായിട്ട് കണ്ണൂരിലെ ആലിരാജയ്ക്ക് എന്തുണ്ടായിരുന്നു? രാഷ്ട്രീയ വിരോധമുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇടപെടാൻ ഹൈദർ അലിയെ ക്ഷണിച്ചത് ആരാണ്? കണ്ണൂരിലെ ആലിരാജയാണ്. അദ്ദേഹം ആലിരാജയുടെ സഹായത്തോടെ കോലത്തുനാട് കൊട്ടാരം പിടിച്ചെടുക്കുകയും തുടർന്ന് കോട്ടയം, കടത്തനാട്, കുറുമ്പനാട് എന്നിവയ്ക്ക് നേരെ തിരിയുകയും ചെയ്തു. ഈ ശക്തികളെ കീഴടക്കിയതിനു ശേഷം മൈസൂർ സൈന്യം കോഴിക്കോടിന് നേരെ തിരിഞ്ഞു. പിന്നെ 1773 കാലഘട്ടത്തിൽ ഹൈദർ അലിയുടെ രണ്ടാം ആക്രമണം കൊച്ചിയെയും തിരുവിതാംകൂറിനെയും ലക്ഷ്യമിട്ടിട്ടായിരുന്നു. കോഴിക്കോട് കഴിഞ്ഞു, പിന്നെ കൊച്ചിയും തിരുവിതാംകൂറിലേക്ക് ലക്ഷ്യമിട്ടിട്ട് ഹൈദർ അലി എന്ത് ചെയ്യാണ്? 1773 കാലഘട്ടത്തിലേക്ക് വരികയാണ് കേട്ടോ. ഇതാണ് മൈസൂർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നീട് അങ്ങനെ കോഴിക്കോടൊക്കെ പിടിച്ചില്ല. മൈസൂർ ആക്രമണത്തിൽ കോഴിക്കോടൊക്കെ അങ്ങനെ പിടിച്ചെടുക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യണം? നമുക്കറിയാം, കൊച്ചിയിലും തിരുവിതാംകൂറിലേക്കും അറിയാം, അത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കും അവരുടേത്. പിന്നീട് ഈ കൊച്ചി മൈസൂരിന്റെ പരമാധികാരം അംഗീകരിച്ച സമയത്ത് കൊച്ചിയും എന്ത് ചെയ്യണം? മൈസൂർ പിടിച്ചെടുക്കുകയാണ്. തിരുവിതാംകൂർ ശക്തമായിട്ട് എതിർത്തു. കൊച്ചി മൈസൂരിന്റെ പരമാധികാരം അംഗീകരിച്ചപ്പോൾ തിരുവിതാംകൂർ ശക്തമായിട്ട് എതിർത്തു നിന്നു. ഹൈദർ അലിയുടെ മകനും പിൻഗാമിയുമായ ടിപ്പു സുൽത്താൻ ഹൈദരാലിയുടെ മകനും പിൻഗാമിയുമായ ടിപ്പു സുൽത്താൻ താമരശ്ശേരി, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, താമരശ്ശേരി ചുരം വഴി പ്രവേശിക്കുകയും 1788 തെക്കൻ മലബാർ മുഴുവൻ തന്റെ നിയന്ത്രണത്തിൽ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഹൈദർ അലിയുടെ മകനും പിൻഗാമിയുമായ ടിപ്പു സുൽത്താൻ താമരശ്ശേരി ചുരം വഴി പ്രവേശിച്ചിട്ട് 1788 കാലത്തിൽ തെക്കൻ മലബാർ മുഴുവൻ തന്റെ നിയന്ത്രണത്തിൽ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഫറൂഖാബാദ് എന്ന് പിന്നീട് അറിയപ്പെട്ട കോഴിക്കോടുള്ള ഫറൂഖ് ആയിരുന്നു ടിപ്പുവിന്റെ ആസ്ഥാനം. അപ്പൊ ടിപ്പു സുൽത്താന്റെ ആസ്ഥാനം എവിടെയാണ്? ഫറൂഖാബാദ്. പിന്നീട് എന്താ അറിയപ്പെട്ടത്? കോഴിക്കോടുള്ള ഫറൂഖ് കേട്ടോ. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മലബാറിലെ ഭരണാധികാരികളുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തുകയും 1792 വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 അതോടെ മലബാർ മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇതില് ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തിയെ കുറിച്ചിട്ട് ഈ ലെസണിൽ പറയുന്നത് നോക്കാം. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നതോടെ, മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നു അല്ലെ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കുകയും അവർക്ക് മാലിക്കാൻ അഥവാ പെൻഷൻ നൽകുകയും ചെയ്തു. മാലിക്കാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെൻഷനാണ്.
മൈസൂർ ഭരണാധികാരികളുടെ റവന്യൂ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ തകിടം മറിക്കുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കുകയും. ഇങ്ങനെയാണ് മൈസൂർ ഭരണാധികാരികളുടെ റവന്യൂ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ തകിടം മറിക്കുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരായി കണക്കാക്കുകയും ചെയ്തു. അവർ ജന്മിമാർക്ക് ഭൂമിയുടെ മേൽ ഉണ്ടായിരുന്ന പരമ്പരാഗത അധികാരങ്ങൾ എടുത്തു കളയുകയും ജന്മിമാരെ സ്വത്തുടമകളാക്കുകയും ചെയ്തു. കാണക്കാർ അഥവാ കുടിയാന്മാരെ കുടിക്കിടപ്പ് കർഷകൻ എന്ന നിലയിലേക്ക് തള്ളിയിട്ടുകയും ചെയ്തു. പിന്നീട് ഇതേ സമയം തന്നെ തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങൾ എന്ന നിലയിൽ നാമമാത്രമായ സ്വയംഭരണത്തോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തി. 1788 കാലഘട്ടത്തില് സാമ്രാജ്യത്വ ഭരണകൂടത്തിന്റെ റെസിഡന്റ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായി നിർവചിക്കപ്പെടാത്ത അധികാരങ്ങളോടെ ഈ നാട്ടുരാജ്യങ്ങളിൽ ചുമതലയേൽക്കണം. അങ്ങനെ ബ്രിട്ടീഷും തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാരുടെ ഒരു ആക്രമണ മേഖല അല്ലെ, അവരുടെ അധികാര സ്ഥാപനങ്ങളായിട്ട് അധികാര മേഖലയായിട്ട് എന്ത് ചെയ്യാണ്? മാറുകയാണ്. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ ജോൺ മൺട്രോ. തിരുവിതാംകൂറിന്റെയും അവർ ആദ്യം കോഴിക്കോട് പിടിച്ചടക്കി, മലബാർ അല്ലെ, പിന്നീട് എന്ത് ചെയ്യണം? കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ അങ്ങനെ അധികാരം നാമമാത്രമായിട്ടുള്ള അധികാരം പിടിച്ചടക്കി. പൂർണ്ണമായിട്ടും ഒരിക്കലും വിട്ടുകൊടുത്തിട്ടാട്ടോ. കൊച്ചിയാണെങ്കിലും തിരുവിതാംകൂറാണെങ്കിലും പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാക്കിയിട്ടില്ല. കാരണം തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ ജോൺ മൺട്രോ. ഞാനിതൊന്ന് വായിച്ചു തന്നാല് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് മനസ്സിലേക്ക് വായിക്കണം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ പറഞ്ഞു മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലൊക്കെ വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങൾ നടത്തി എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ സമയത്ത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ചെറുത്തു നിൽപ്പ് നടത്തിയവരാരൊക്കെയാണ്? മലബാറിലെ കേരളവർമ്മ പഴശ്ശിരാജയും കുറിച്ച ഗോത്രവംശജരും അല്ലെ. പിന്നെ തിരുവിതാംകൂറിൽ ആരാണ്? വേലുത്തമ്പി ദളവിയാണ് അവരുടെ അധികാരങ്ങൾക്കെതിരെ പൊരുതി നിന്നത്. കൊച്ചിയില് പാലിയത്ത് കോമിയച്ചനും കേട്ടോ. നോക്കണം, മലബാറിലാരാണ്? കേരളവർമ്മ പഴശ്ശിരാജ, പിന്നെ കുറിച്യർ അറിയാലോ, ആ ഗോത്രവംശജരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ പോരാടി. കൊച്ചിയില് പാലിയത്ത് കോമിയച്ചൻ. ഇനി മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തെ കീഴിലായ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം എന്ന് പറഞ്ഞില്ലേ, എന്താണ് സംഭവിച്ചത് ഇവിടെ? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. അതേ വർഷം തന്നെ ജോയിന്റ് കമ്മീഷണർമാരെ നിയമിച്ചു. അവർ പ്രാദേശിക ഭരണാധികാരികളുമായി വെവ്വേറെ ഉടമ്പടിയിൽ എത്തുകയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അഥവാ മാലികാന നിശ്ചയിക്കുകയും, മാലികാൻ എന്ന് പറയുന്നത് എന്താണ്? പെൻഷൻ. 1793 മാർച്ച് 30 മലബാറിലെ 2 ഭരണപ്രദേശങ്ങളായിട്ട് തിരിച്ചു. മലബാറിനെ എന്ത് ചെയ്യാണ്? 1793 മാർച്ച് 30 കാലഘട്ടത്തില് മലബാറിനെ 2 ഭരണമേഖലകളായി തിരിച്ചു. തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാർ. എങ്ങനെയാണ്? തലശ്ശേരി ആസ്ഥാനം കേട്ടോ. ഇവിടെ ഒന്ന് നോക്കണേ. തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാറും ചെറുപ്പളശ്ശേരി ആസ്ഥാനമായ തെക്കൻ മലബാറും. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോളൂ. 1793 മാർച്ചിലാണ് മലബാറിനെ 2 മേഖലകളായിട്ട് തരംതിരിച്ചത്. എങ്ങനെയൊക്കെ തിരിച്ചു? തലശ്ശേരി ആസ്ഥാനമായിട്ട് വടക്കൻ മലബാറും ചെറുപ്പളശ്ശേരി ആസ്ഥാനമായിട്ടുള്ള തെക്കൻ മലബാറും. കോഴിക്കോട് ആസ്ഥാനമാക്കി മുഴുവൻ മലബാറിനും വേണ്ടി ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിച്ചു. 1800 ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മലബാറിനെ കൈമാറ്റി. 1800 ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മലബാറിനെ കൈമാറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാൻ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. നമുക്കൊക്കെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആകുമ്പോൾ ചെയ്യാനായിട്ട് കഴിയും. ശക്തൻ തമ്പുരാനും അതുപോലെ മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഉടനെ തന്നെ അടുത്ത രണ്ടാമത്തെ സാർ പറഞ്ഞിട്ടുള്ള 2ാമത്തെ ലെസൺസ് എടുത്തിട്ട് വരാം. നമുക്ക് ഹിസ്റ്ററി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും താഴെ അഭിപ്രായം കൂടിയിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ട് പെട്ടെന്ന് ക്ലാസ്സുകൾ തരാനായിട്ട് ശ്രമിക്കുക. കാരണം ടൈപ്പ് ചെയ്യില്ല നമുക്കപ്പോ ഇപ്പൊ ഇങ്ങനെ എടുത്തെടുത്ത് വേഗം തരുമല്ലേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്ലാസ് നമ്മൾ പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. എങ്കിൽ നമ്മൾ ഇടുന്ന ക്ലാസ്സിൽ എന്താണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് കഴിയും. ചിലപ്പോൾ യൂട്യൂബ് എപ്പോഴും ശ്രദ്ധിച്ചു എന്ന് വരണമെന്നില്ല. ടെലിഗ്രാമിൽ എന്തായാലും ക്ലാസ് വന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി.